പ്രശസ്തനായ ഡോക്ടറായിരുന്നു ഡോക്ടർ ഇഷ അഹമ്മദ്. ഒരിക്കല് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാനായി യാത്ര ചെയ്യുന്ന സമയത്താണ് കാലാവസ്ഥ വളരെ മോശമായതിന്റെ പേരിൽ അടിയന്തരമായി ആ വിമാനം അടുത്തുള്ള എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. സമ്മേളനത്തിന് തിടുക്കമെത്തേണ്ട ഡോക്ടർ അവിടുന്ന് ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ച് വീണ്ടും യാത്ര തുടങ്ങി. വഴിമധ്യേ കാറ്റും മഴയും എല്ലാം കാരണം വീണ്ടും വഴി തെറ്റി ഒരു കുടീന്റെ അടുത്താണ് പോയിരുന്നത്. അഭയം തേടാൻ വേണ്ടി ആ വീടിന്റെ വാതിൽ കൊട്ടിയപ്പോ പുറത്തു വന്നത് വൃദ്ധയായ അമ്മ. ആ അമ്മ ഡോക്ടറെ അകത്തേക്ക് ക്ഷണിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ആ അമ്മ ഒരു കുട്ടിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഡോക്ടർ അമ്മയോട് ചോദിച്ചത്, എന്താണ് അമ്മ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ഇത്രയധികം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്? ആ അമ്മ ഡോക്ടറോട് പറഞ്ഞത്, എൻ്റെ മകന് ഒരു അസുഖമുണ്ട്. ആ അസുഖം ഭേദമാക്കാൻ ഡോക്ടർ ഇഷ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർക്ക് മാത്രമേ ഭേദമാക്കാൻ കഴിയൂ. ആ ഡോക്ടറാണെങ്കിൽ ഒരുപാട് ദൂരത്താണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ ഡോക്ടറെ ഒന്ന് ഇങ്ങോട്ട് വരുത്തിക്കണമെന്ന്. ഡോക്ടർ അമ്പരന്ന് പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതിൻ്റെ പേരിലാണ് ഇത്രയും എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയൊരു കൊടുങ്കാറ്റും മഴയും എല്ലാം സംഭവിച്ചത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ പേരിലാണ് ഡോക്ടർ ഇഷ അഹമ്മദ് എന്ന ആ ഡോക്ടർ ഇവിടെ എത്തിയത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഡോക്ടർ ഇഷ അഹമ്മദ് ഞാനാണ്.